ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ലൊരു ഇഞ്ചിക്കറിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുളി ഇഞ്ചിയോ ഇഞ്ചിക്കറിയോ പോലെയല്ല കേട്ടോ. പച്ചക്കറികളൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഉണ്ടാക്കുന്ന രീതിയിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഇഞ്ചിക്കറിയിലേക്ക് നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങളൊന്നും ആദ്യം പറയാം കേട്ടോ. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5 എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റും പാവയ്ക്കാണ്. ക്യാരറ്റും പാവയ്ക്കയും 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇഞ്ചി അരിഞ്ഞതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്ക കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ, കാരണം ഇത് എണ്ണയിൽ വാടി വരുമ്പോഴേക്കും അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് പോയി കിട്ടണം. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത്രയും കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് വഴുതനങ്ങയാണ്. നീളത്തിലുള്ള പച്ച വഴുതനങ്ങയില്ലേ, അതാണ്. അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ, അതിൻ്റെ കറയൊന്ന് പോയി കിട്ടാൻ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്താൽ മതി. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 15 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു കപ്പുണ്ട്, പച്ചമുളക് ഒഴിച്ച് ബാക്കിയെല്ലാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കാരണം ഇത്രയും പച്ചക്കറിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരണമല്ലോ. അതുകൊണ്ട് എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് മുഴുവനായിട്ട് പൊട്ടി വന്നോട്ടെ. കടുക് മുഴുവൻ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒരു 2 ഇട്ടിട്ടുണ്ട്, മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് എണ്ണയിൽ വാടിക്കോട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി മാത്രമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകിൻ്റെ കൂടെ. പച്ചക്കറികളൊക്കെ നമുക്ക് ഇഞ്ചി ഒന്ന് വാടിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി എണ്ണയിൽ കിടന്നിട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ കേട്ടോ, കാരണം നമ്മളിത് പുളിവെള്ളം ഒഴിച്ചിട്ട് വേവിക്കുമ്പോഴേക്കും ഇഞ്ചി പച്ച ചവയ്ക്കരുത്. കടിക്കുമ്പോൾ നമുക്ക് അധികം എരിവ് തോന്നരുത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പോഴേക്കും ഇഞ്ചി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, പിന്നെ പാവക്ക ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിരുന്ന വഴുതനങ്ങ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി എന്താണ്, നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ചെറുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ, കാരണം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ പച്ചക്കറീൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് വാടി വന്നോളും. ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ബാക്കി വേണമെങ്കിൽ ചേർത്താലും മതിയേ. ഇനി ഇത് നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ. പാവയ്ക്കൊക്കെ നല്ലോണം വാടി വരണം. എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കഷ്ണം എടുത്തിട്ടൊന്ന് കടിച്ച് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോയെന്ന്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. നമ്മളിതിലേക്ക് പച്ചമുളകും ഇഞ്ചി ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ എരിവ് ഉണ്ടാകും. എന്നാലും മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ കൂടെ ചേർക്കുകയാണ്. നമുക്ക് കറി ആയി കഴിഞ്ഞ പാടെ എരിവ് കൂടുതലായിട്ട് തോന്നും കേട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല. കറി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും ആ പാവക്കേൻ്റെ കയ്പ്പും അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന പുളിവെള്ളമൊക്കെ കഷ്ണത്തിലേക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും എരിവും ഒക്കെ പാകത്തിനായി വന്നോളൂ. എന്നാലും നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെ എരിവ് നന്നായിട്ട് ഉണ്ടാകും. ഇഞ്ചി എണ്ണയിൽ അധികം വാടിയിട്ടില്ലെങ്കിൽ എരിവ് കൂടുമല്ലോ. അപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3/4 ടീസ്പൂണൊക്കെ മുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പൊടിയൊക്കെ എണ്ണയിലൊന്ന് മൂത്ത് വന്നോട്ടെ. പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ചെറുനാരകേൻ്റെ അത്രയും പുളി എടുക്കുക. വാളംപുളി ഒരു 50 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. അതൊരു 2 കപ്പ് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചു. എന്നിട്ട് ആ വെള്ളം ഒന്ന് തണുത്തപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിപ്പയിൽ കൂടെ അരിച്ചെടുത്തിരിക്കുന്ന പുളിവെള്ളമാണ്. ഇത് നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന പുളിവെള്ളത്തിനൊരു വേവ് ഉണ്ട് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഇത് കുതിർത്തിയെടുത്തത്, എന്നാൽ കൂടി ഒരു വേവ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളത്തിൽ കിടന്നിട്ട് കഷ്ണങ്ങളൊന്ന് വേവും ചെയ്തോട്ടെ. ഒരു 5 മിനിറ്റ് പുളിവെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ശർക്കരയാണെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതല്ല കരടൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയേ. ഞാനിപ്പോൾ ഒരു 75 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന്
പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞു വന്നോട്ടെ. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണേ. ഉപ്പോ അതല്ലെങ്കിൽ പുളിയോ മധുരമോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. പാവക്കേൻ്റെ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും പുളിയും മധുരമൊക്കെ പിടിച്ച് കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ടും ഒരു 1/4 ടീസ്പൂൺ വെച്ച് ചേർക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്, അതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ ചേർത്തു. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായം പൊടി വാങ്ങിക്കുന്നതാണ്, അതല്ലെങ്കിൽ നമ്മൾ കട്ടക്കായം പൊടിച്ചത് ചേർത്താലും മതി. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പും മധുരം എരിവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്തപ്പോഴാണ് നല്ലൊരു ഇഞ്ചിക്കറീൻ്റെ മണവും രുചിയൊക്കെ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഇഞ്ചിക്കറി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇത്. നമുക്ക് ഉണ്ടാക്കിയ പാട് ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടൂല കേട്ടോ. പക്ഷെ ഇത് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ണത്തിലേക്ക് പുളിയും മധുരമൊക്കെ പിടിച്ച് ആ പാവക്കേൻ്റെ കയ്പൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകുമൊന്നുമില്ല. ഒരു 3-4 ദിവസമൊക്കെ നമുക്കിത് വെക്കാം കേട്ടോ. അപ്പോഴേക്കും ടേസ്റ്റ് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് എഴുതണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.